അങ്ങനെ പാറ്റകൾ ജന്തർ മന്ദറിൽ സമരം തുടങ്ങി. സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചു. എന്നിട്ടും പ്രധാനമന്ത്രി കുലുങ്ങിയില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ മലയാള മനോരമയും മാതൃഭൂമിയും മറ്റ് പത്രങ്ങളും മുഖപ്രസംഗം എഴുതി. പക്ഷേ അപ്പോഴും മൂപ്പിലെ ഗൗനിച്ചില്ല. അതും കഴിഞ്ഞിട്ട് സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ ജന്തർ മന്ദറിൽ പോയി ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. VD സതീശനടക്കമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം ഇരുന്നു. ഈ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്ന പോലെയാണ് VD സതീശൻ പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹത്തിന് പോയത് എന്ന് നമ്മുടെ ദോഷൈക തൃക്കുകളായ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ വിരോധികളായി മാറിയിരിക്കുന്ന മീഡിയ വൺ ചാനലുകാർ അടുപ്പൂട്ടി ചർച്ചയിൽ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും യാതൊരു കുലുക്കൊണ്ടായില്ല ആർക്ക്? നരേന്ദ്രമോദിക്ക്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. കോക്രോച്ച് ജനതാ പാർട്ടിയല്ല, ഇനി കാണ്ടാമൃഗത്തിൻ്റെ ജനതാ പാർട്ടി ഉണ്ടായാലും ഞങ്ങൾ രാജിവെക്കില്ല, ആ ധർമ്മേന്ദ്ര പ്രധാനെ ബലി കൊടുക്കുകയില്ല എന്ന നിലപാടിൽ. ഇതിൻ്റെ പുറകിൽ അമേരിക്കൻ ചാരസംഘടനയാണ്. അവരാണ് പണം മുടക്കുന്നത്, അവരാണ് ഈ സമരക്കാർക്ക് പിസ്തയും ബർഗറും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത് എന്നൊക്കെ പരാതി ഉണ്ടായി. അങ്ങനെ ചിലർ ദുരാരോപണം ഉന്നയിച്ചു. അതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഉന്നയിക്കുന്നവർക്ക് കുഴപ്പമില്ല, എന്തുവേണമെങ്കിൽ ഉന്നയിക്കാം. അങ്ങനെ അമേരിക്കയുടെ വലിയ അട്ടിമറി ഉണ്ടാകാൻ പോകുന്നു. നേരത്തെ സിലോണിലുണ്ടായ പോലെ, പിന്നീട് ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായ പോലെ ഇനി ഡൽഹിയിൽ ഒരു വലിയ അട്ടിമറി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ ധർമ്മേന്ദ്ര പ്രധാനല്ല നരേന്ദ്രമോദി രാജിവെച്ച് പോകുന്ന കാഴ്ച നമുക്ക് കാണാം എന്ന് നിഷ്പക്ഷ നിരൂപകർ പോലും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇത്രയായിട്ടും പുള്ളി കുലുങ്ങിയില്ല. പക്ഷെ അപ്പോഴാണ് ഇതിനകത്ത് പുഴിക്കടകൻ പ്രയോഗിച്ചത്. അതെന്താ വെച്ചാൽ, So this is authoritarian attitude of union government. We will not go back. We will sit here. CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഷൊർണൂരിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ 15 അംഗങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനവും നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി R ജയദേവന്റെ നേതൃത്വത്തിൽ PM ആർഷോ, A നീരജ്, A മുഹമ്മദ് മുനീർ, ശ്രീരാജ് വെള്ളപ്പാടം ഉൾപ്പെടെയുള്ള 15 പേരാണ് വെള്ളിയാഴ്ച രാത്രി ഷൊർണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ആദ്യം ചെറുപൂരങ്ങളിൽ നിന്ന് തുടങ്ങാം. അത് കഴിഞ്ഞ മതി തിരുവമ്പാടിയും പറയമേക്കാവും തമ്മിലുള്ള കുടമാറ്റം. ലാസ്റ്റിൽ ഒരു കരിമരുന്ന് പ്രയോഗം. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഒത്തില്ല, എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ബോംബ് പൊട്ടിക്കല് ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുമെന്ന് കരുതിയതാ. അങ്ങനെ പടക്കടകുതാവ എനിക്കപ്പോഴേ തോന്നി ടമാർപടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. 36 ദിവസം നീണ്ടുനിന്ന സമര പരീക്ഷയ്ക്ക് ശേഷം 100% വിജയം കൈവരിച്ചാണ് വിദ്യാർത്ഥികൾ രാജ്യ തലസ്ഥാനത്ത് നിന്നും മടങ്ങുന്നത്. നീറ്റിനൊപ്പം സാമൂഹിക പഠനവും രാഷ്ട്രീയ ശാസ്ത്രവും കേന്ദ്രത്തിന് മുന്നിൽ അവർ തിരുത്തി എഴുതിയിരുന്നു. CJP മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതോടെ ജൻസി വിപ്ലവത്തിന് ശുഭപര്യവസാനമായി. ധർമ്മേന്ദ്ര പ്രധാൻ का इस्तीफा तो हो गया है. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. നമ്മുടെ ഡബിളെ റഹീമും അതുപോലെ ജോൺ ബ്രിട്ടാസിൻ്റെ കഥ. അതായത് ഒരു വൈദ്യുതി തരംഗം പോലെ അതിന്റെ ഭാഗമായിട്ടൊരു ആരവം അങ്ങോട്ട് ഉയർന്നു. ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ജന്തർ മന്ദറിന്റെ ഈ പറയുന്ന സമര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടായിരുന്നു. അതെ, വല്ലപ്പോഴൊക്കെ ബാലരമ വായിക്കണം. അതിൽ അങ്ങനെ ഒരാളുണ്ട്, കേട്ടിട്ടില്ലേ? ചക്കയിട്ടപ്പോ മുയല് ചത്തു. പല യഥാർത്ഥത്തില് ഞാൻ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ദിവസങ്ങളോളം ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന ഈ അത്തറിന്റെയൊക്കെ സൗരഭ്യം നമുക്കിങ്ങനെ മനസ്സിലാകും, നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ സമര വീര്യത്തിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സൗരഭ്യമുണ്ട്. ആ സൗരഭ്യം നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വരുമെന്നും
ഈ 56 ഇഞ്ച് പഞ്ചറാകുമെന്നും ഈ സമരഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ എത്രയോ ദിവസം മുമ്പ് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം സത്യം. ചരിത്രപരമായ വിജയം എന്നാണ് പറയേണ്ടത്. ഇനി ഈ പോരാട്ടങ്ങൾ തുടരും. കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യക്കായി കൂടുതൽ നല്ല പോരാട്ടങ്ങൾ പോകാനുള്ള കരുത്താണ് മഹാസമരത്തിന്റെ വിജയം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അതിന് CPM ആണ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ സെൻസ് അതിവിടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതിശക്തമായ മഹാവിജയമായി ഞാനിതിനെ കാണുക. ഇതും ഒരു തുടക്കമാണ്. രാജ്യത്തിനാകെ ആഘോഷിക്കാനുള്ള ദിവസമാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്. നമ്മുടെ രാജ്യത്ത് ഏറെക്കാലമായി ഭയം, നിരാശ, നിസ്സംഗത ഈ 3 ഘടകങ്ങൾ പടർന്നു വന്നിരുന്നു. ഇതിനെ ഇങ്ങനൊരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയിരുന്നു. ഭയമാണ് രാജ്യത്തെ ഭരിച്ചത്. ആ ചങ്ങല പൊട്ടിച്ച് ഈ 3ഉം കൊണ്ട് ബന്ധിച്ച ചങ്ങല പൊട്ടിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് തെളിയിച്ച ദിവസമാണിത്. അവർക്ക് കൂടായി നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ബ്രിട്ടാസും ഡബിള റഹീമും വെറുതെ ഇറങ്ങാനല്ല, ന്യൂഡൽഹിയിലെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുണ്ടും മടക്കി കുത്തി തെരുവിലിറങ്ങി. അപ്പോൾ മോഡിക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മളെ പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? മാത്രവുമല്ല, ഈ നമ്മുടെ SFI എന്ന് പറഞ്ഞാൽ വലിയ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുണ്ടല്ലോ, അവർ അഖിലേന്ത്യാ ഹർത്താലിന്, അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബന്ദിന്, സമരത്തിന് ആഹ്വാനിച്ചു. അവർക്ക് ഈ കേരളത്തിൽ മഹാരാജാസ് കോളേജിലോ അല്ലെങ്കിൽ കേരളവർമ്മ കോളേജിലോ ബ്രണ്ണൻ കോളേജിലൊക്കെ സമരം നടത്തി വിജയിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അഖിലേന്ത്യയിൽ എന്ത് SFI എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും അങ്ങനെയല്ലോ, ആഹ്വാനം കൊടുക്കുമ്പോൾ അഖില കേരളമായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനിച്ചു. ഇനി അഖില ലോക ബന്ദ് പ്രഖ്യാപിക്കും എന്നൊരു ഭീഷണി മുഴക്കി. അത് കേട്ടപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ല. ഡബിള റഹീമായി ബ്രിട്ടാസായി അർത്ഥാപത്യം അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാണ് എന്നാണ്. ആ ഡബിള റഹീമും ജോൺ ബ്രിട്ടാസും മുണ്ടും മടക്കി കുത്തി തെരുവിലിറങ്ങിയ സ്ഥിതിക്ക് പിന്നെ നരേന്ദ്രമോദിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. പുള്ളി സമസ്താപരാധം പറഞ്ഞ് നാട് റോഡിൽ നമസ്കരിച്ചു. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അയ്യോ ചിരിക്കല്ലേ, ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ഇതോടെ ഈ പാറ്റ വിപ്ലവം വിജയിച്ചു. പക്ഷേ വിപ്ലവത്തെ വിജയിപ്പിച്ചത് പാറ്റകൾ മാത്രമല്ല, പാറ്റകൾക്ക് സർവാത്മന പിന്തുണ നൽകിയ മാതൃഭൂമി, മലയാള മനോരമ മുതലായ പത്രങ്ങൾ, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ, അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI മുതലായ വമ്പിച്ച അതിഭയങ്കര ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.